അനിൽകുമാർ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു നടൻ്റെ ഒരു വാക്കുകളാണ് ട്രോളായി മാറിയ വാക്കുകൾ. അതായത് നടനോട് ആളുകൾ ചോദിക്കുന്നു, ഏതോ യൂട്യൂബർ ചോദിക്കുകയാണ്, എന്താണ് ഈ നാടിനെക്കുറിച്ച് ഇപ്പോൾ പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഷൈൻ ടോം ചാക്കോ എന്ന് പറഞ്ഞ നടനാണ് പറഞ്ഞത്, നമ്മൾ ഈ ഓണക്കാലത്തെക്കുറിച്ചാണ് ചെയ്തത്, ഓണക്കാലത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഓണത്തിന് നമ്മൾ ഓണം ആഘോഷിക്കുന്നത് എങ്ങനെയാണ്, മാവേലിയെ വാമനൻ ചവിട്ടിത്താഴ്ത്തിയതിൻ്റെ ഭാഗമായി പിന്നീട് ആ ഓർമ്മ പുതുക്കുന്നു, നമ്മൾ ഓണം ആഘോഷിക്കുന്നു. അപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നു, എന്തിനാണ് മാവേലിയെ ചവിട്ടിത്താഴ്ത്തിയത്? അത് നല്ലത് ചെയ്തതുകൊണ്ട്. അപ്പോൾ മറുപടി നടൻ ഒന്നും പറയുന്നില്ല, അപ്പോൾ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പമായിരിക്കും എന്ന് പറഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു രസകരമായ, അതിപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് താങ്കളും കണ്ടിട്ടുണ്ടാവും ഞാൻ കരുതുന്നു. ഇവിടെ നമ്മൾ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുമ്പോൾ വിലക്കയറ്റം എന്ന ഒറ്റ വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല സതീശൻ സർക്കാരിൻ്റെ ഈ ഭരണത്തെക്കുറിച്ച് പറയേണ്ടി വരുമ്പോൾ. ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ നിരവധി വിഷയങ്ങൾ, ഏത് മേഖലയാണ്, ഏത് ജനവിഭാഗത്തെ ആണ് ഈ വി ഡി സതീശൻ സംതൃപ്തരാക്കിയിട്ടുള്ളത്? ഈ പോക്ക് എങ്ങോട്ടാണ്? കേരള സമൂഹത്തെ വർഗപരമായി വിഭജിച്ചെടുക്കുക, അതിൻ്റെ ഭാഗമായി നമ്മുടെ സമൂഹത്തിലെ മേൽത്തട്ടിലെ ഒരു വിഭാഗം, അതോടൊപ്പം തന്നെ സാമ്പത്തികമായി അത്ര മേൽത്തട്ടിലല്ലെങ്കിൽ പോലും ഒരു മേൽത്തട്ട് ബോധമുള്ള ഇടത്തരം സമൂഹം, ഇവരുടെ ഇടയിൽ വൈരുദ്ധ്യമുണ്ടാക്കിക്കൊണ്ട് എങ്ങനെ അധികാരത്തിൽ വരാം, അധികാരം നിലനിർത്താം എന്നാണ് കേരളത്തിലെ UDF സർക്കാർ ഇപ്പോൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിർമ്മല സീതാരാമൻ്റെ 2 വർഷം മുമ്പത്തെ ബഡ്ജറ്റ് പരിശോധിച്ചാൽ ആ ബഡ്ജറ്റിലെ ഫോക്കസ് എന്ന് പറയുന്നത് മധ്യവർഗമായിരുന്നു. ആരാണ് ഈ മധ്യവർഗം? ഇപ്പോൾ ആ മധ്യവർഗമാണ് കോക്രോച്ച് ജനതാ പാർട്ടിയായിട്ട് പൊട്ടിയൊലിച്ച് മോദിക്കെതിരായി സംഘപരിവാറിൻ്റെ തന്നെ അടിത്തറ തോണ്ടിക്കൊണ്ട് വഴിയിലേക്ക് ഇറങ്ങിയത്. ഇതേ രീതിയിൽ തന്നെ കേരളത്തിൽ ഒരു വലതുപക്ഷ മധ്യവർഗ സമൂഹമുണ്ട്. ആ വലതുപക്ഷ മധ്യവർഗ സമൂഹത്തിൻ്റെ പ്രത്യയശാസ്ത്ര അടിത്തറ ജാതി സമുദായങ്ങളുടെ അടിത്തറയിൽപ്പെട്ട ഒരു പ്രമാണി വർഗമാണ്. ആ പ്രമാണി വർഗത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ആ പ്രമാണി വർഗമാണ് കോൺഗ്രസിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റ് വർഗീയ പ്രസ്ഥാനങ്ങളുടെയും സമുദായ പ്രസ്ഥാനങ്ങളുടെയൊക്കെ തലപ്പത്തിരുന്നു കൊണ്ട് അത് കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പ്രമാണി വർഗം എന്ന് പറയുന്നത് അവരുടെ സാമ്പത്തിക താല്പര്യം ചെറുതല്ല. കേരളത്തിലെ സ്കൂളുകൾ, ആശുപത്രികൾ ഇതൊക്കെ തന്നെ 10 വർഷം നന്നാക്കി അതേ രീതിയിൽ നന്നാക്കി പോയിരുന്നെങ്കിൽ ആ പ്രമാണി വർഗത്തെ സംബന്ധിച്ച് അവരുടെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലെ കച്ചവടം പ്രശ്നമാണ്. അപ്പോൾ സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുന്നത് നാട് നന്നാക്കാനല്ല, ഈ നാട്ടിലെ പട്ടിണി മാറ്റാനല്ല. LDF സർക്കാർ മുന്നോട്ട് വെച്ച ഫോക്കസ് അതിദാരിദ്ര്യമില്ലാതാക്കി ഇനി ദാരിദ്ര്യമുക്ത കേരളം, ഇല്ലെങ്കിൽ എല്ലാവർക്കും വീടുള്ള കേരളം, അങ്ങനൊരു വാക്ക് മുഖ്യമന്ത്രി പറഞ്ഞ് നമ്മൾ കേട്ടില്ല, നമ്മളാരും കേൾക്കില്ല. ഞങ്ങൾ സ്കൂൾ നന്നാക്കും, പൊതുവിദ്യാലയങ്ങൾ നന്നാക്കും, പൊതു ആശുപത്രികൾ നന്നാക്കും, കേട്ടില്ല. ഇപ്പോൾ സംഭവിക്കാൻ പോണ കാര്യം എന്താണ്? ഏകജാലക സംവിധാനത്തിലൂടെ അഡ്മിഷൻ കിട്ടിയ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് ഏത് സ്കൂളിലേക്കും ട്രാൻസ്ഫർ വാങ്ങിക്കാം, ഒരു തടസ്സമില്ല. ഇതിൻ്റെ ഫലമായിട്ടോ നല്ല നിലവാരമുണ്ടായിരുന്ന സർക്കാർ വിദ്യാലയങ്ങൾ ഇല്ലാതെയാവുകയും അവിടെ തസ്തികകൾ ഇല്ലാതെയാവുകയും മറുവശത്ത് പണം കൊടുത്ത് നേടാൻ കഴിയുന്ന തസ്തികകൾ എയ്ഡഡ് മാനേജ്മെൻറ്റുകളുടെ കീഴിൽ വർദ്ധിക്കുകയും ചെയ്യാൻ പോവാണ്. ഇത് വ്യക്തികൾ മാറിയതല്ല, ഇത് കൃത്യമായിട്ടും വർഗപരമായി കേരളത്തിനകത്തെ വലതുപക്ഷ വർഗത്തിൻ്റെ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ 10 കൊല്ലം അധികാരത്തിൽ നിന്ന് പുറത്തു നിന്നവർ അധികാരം പിടിച്ചിരിക്കുകയാണ്. അതിനെ അങ്ങനെ തന്നെ നേരിട്ട് മനസ്സിലാക്കാതെ ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ താൽക്കാലികമാണ്, ഇതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും തരത്തിൽ നമുക്കൊരു നീക്കുപോക്കിലൂടെ ഇത് പരിഹാരമുണ്ടാകുമെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. മാത്രമല്ല, ഈ വലതുപക്ഷ കേരള സർക്കാരിന് നിറഞ്ഞ പിന്തുണയാണ് ഇപ്പോൾ കേന്ദ്രം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണ്? കേന്ദ്ര സർക്കാരിനോട് പരാതിയില്ല. ഇപ്പോൾ റേഷൻ കടയിൽ 10 രൂപ 90 പൈസയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന അരി ഒരു 25 കിലോ അരി വരെ കിട്ടുമായിരുന്നു ഓണക്കാലത്ത്. അത് ഓണത്തിന് ചിലവായില്ലെങ്കിലും ഈ ഓണക്കാലത്ത് ഉയർന്ന വിലക്കയറ്റം കുറഞ്ഞു നിൽക്കുകയും മറ്റു മാസങ്ങളിൽ തന്നെ അതിൻ്റെ പ്രയോജനം കിട്ടുകയും ചെയ്യും. ഇപ്പം എത്ര വില? 28 രൂപയായി. അപ്പോൾ 28 രൂപയ്ക്ക് റേഷൻ കടയിൽ അരി വിറ്റാൽ പൊതുവിപണിയിലെ അരിവില എത്രയായി? അതിനെന്താ കേന്ദ്രം ന്യായം പറയുന്നത്?
നിങ്ങൾക്ക് 6000 ടണ്ണ് ഗോതമ്പ് തന്നിട്ടുണ്ട്. നമ്മൾ ഗോതമ്പ് കൂടുതൽ ആവശ്യപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. കേരളീയൻ്റെ ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട ഭക്ഷണശീലത്തിൽ ഇതുണ്ട്. ഇവിടെ പറയണ്ടേ, ഇവിടെ നാണ്യവിളകൾ ഉൽപ്പാദിപ്പിക്കുന്ന നാടല്ലേ? ഈ നാണ്യവിളകളുടെ വില തീരുമാനിക്കുന്ന കരാറുണ്ടാക്കുന്ന കേന്ദ്ര സർക്കാരല്ലേ? ഓരോ നാണ്യവിളയുടെയും വില തീരുമാനിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയുടെ കരാർ, യൂറോപ്യൻ കരാർ, ഇതിലൂടെ കർഷകനെ കൊല്ലുകയല്ലേ കേന്ദ്രം ചെയ്യുന്നത്? അപ്പം ഞങ്ങൾക്ക് ഇത്തിരി ഗോതമ്പ് കൂടെ തരണം, കുറച്ച് അരി കൂടെ തരണം. സതീശൻ എഴുതിയോ, കത്തെഴുതിയോ? മോദി തരില്ല, പക്ഷെ സതീശൻ്റെ കത്തെഴുതിയോ? പരാതിയുണ്ടോ? നിങ്ങൾക്ക് മേലെ ഞങ്ങൾക്കൊരു പരാതിയും ഭാവിയിൽ ഉണ്ടായിരിക്കില്ല എന്ന് അങ്ങോട്ട് എഴുതി കൊടുത്തിരിക്കുകയാണ്. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ വന്നിരിക്കുന്നു. ലൈഫ് ഭവന പദ്ധതി ഇല്ലാതായി. ലൈഫ് പദ്ധതി ഇല്ലാതായെന്ന് മാത്രമല്ല, മുമ്പ് പിണറായി സർക്കാരിൻ്റെ കാലത്ത് 4 ലക്ഷം രൂപ അക്കൗണ്ടിൽ കൊടുത്തിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളെല്ലാം കൂടെ വലിയ പ്രചരണം, ലൈഫ് മിഷൻ അഴിമതി. ഇപ്പം എന്തായി? ആ 4 ലക്ഷം എന്നുള്ളത് 3 ലക്ഷമായിട്ട് കുറച്ചു. എന്നിട്ട് 1 ലക്ഷം രൂപ അതിൻ്റെ വീടുണ്ടാക്കേണ്ട ആൾ കെട്ടിവെക്കണം. ഇത് അവിടെ കൊണ്ട് കെട്ടിയിട്ട് എത്ര ദിവസം കഴിഞ്ഞ് കിട്ടുമെന്നാണ് പറയുന്നത്. ഇനി എന്നിട്ടോ 1 ലക്ഷം രൂപ കയ്യിൽ നിന്ന് മുടക്കിയാൽ മാത്രം പോരാ, വീട് തീരണം, കുറെ കൂടെ കാശ് മുടക്കണം. ആ വീടെല്ലാം പണിത് കഴിയുമ്പം അവിടെ കേന്ദ്രത്തിൻ്റെ ഒരു സ്ലോഗൻ വെക്കണം, അല്ലെങ്കിൽ അവരുടെ ഒരു കാർഡ് വെക്കണം. അപ്പോൾ ആ വീട്ടിൽ താമസിക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഈ 3 ലക്ഷം രൂപയ്ക്ക് വേണ്ടി അഭിമാനം പണയം വെക്കേണ്ട അവസ്ഥയിലേക്ക് മലയാളിയെ കൊണ്ടുപോയില്ലേ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള, UDFൻ്റെ നേതൃത്വത്തിലുള്ള ഈ സർക്കാർ? എന്തെങ്കിലും വ്യത്യസ്തതയുണ്ടായോ? അപ്പോൾ ഒരു വിഷയത്തിൽ മാത്രമല്ല, വിലക്കയറ്റം സംബന്ധിച്ച് സപ്ലൈകോ ചന്തകൾ ധാരാളം ഉണ്ടാക്കണ്ടേ? നമ്മൾ സപ്ലൈകോയിൽ എല്ലാ മാസവും LDF സർക്കാരിൻ്റെ കാലത്ത് കൊടുത്തിരുന്നു. 2016 പറഞ്ഞു നിശ്ചിത ഐറ്റം ഉൽപ്പന്നങ്ങൾക്ക് 5 കൊല്ലത്തേക്ക് വിലക്കയറ്റം ഉണ്ടാവില്ല. 5 കൊല്ലം എന്നുള്ള 7.5 കൊല്ലം നടപ്പാക്കി. അത് കഴിഞ്ഞപ്പോൾ ഒരല്പം വില കൂട്ടിയിട്ടുണ്ട് ചിലതിൽ, തർക്കമൊന്നുമില്ല. അതുകൊണ്ട് സർക്കാർ പാതാളത്തിൽ പോയിട്ടില്ല. 7.5 കൊല്ലം 10-13 ഐറ്റത്തിന് വിലയില്ലാതെ, വിലക്കയറ്റമില്ലാതെ കാത്ത ഇന്ത്യയിലെ ഏക സ്റ്റേറ്റ് കേരളമായിരുന്നു. എത്ര കോടി രൂപ ഓണത്തിന് മാറ്റി വെച്ചു നിങ്ങൾ? ഏത് ബഡ്ജറ്റ് പ്രൊവിഷനാണ് ഉള്ളത്? നമ്മൾ പണമെന്നൊരു പ്രധാനപ്പെട്ട കാര്യമില്ലേ? എങ്ങനെ പണം ഉണ്ടാകും? സതീശൻ പറയുന്നത് ഒരു പൂവിനകത്തുനിന്ന് വണ്ട് തേൻ കുടിക്കുന്ന പോലെ ആരും അറിയാതെ നമ്മൾ പൈസ ഉണ്ടാക്കി ഖജനാവ് നിറയ്ക്കുമെന്നാണ്. എന്നിട്ട് ഈ സതീശൻ ഒരു കത്തെഴുതി നിർമ്മല സീതാരാമന് മെയ് മാസം 26-ാം തീയതി. എന്താ കത്തിൽ പറയുന്നത്? ഞങ്ങൾക്ക് 1% കടമെടുക്കാൻ, അധിക കടമെടുക്കാൻ അനുവാദം തരണം എന്ന് പറഞ്ഞാൽ 15,500 കോടി രൂപ കൂടി ഇത്തവണ കടമെടുക്കണം. ഏത് പിണറായി വിജയൻ കടമെടുത്ത് കേരളത്തെ മുടിപ്പിച്ചു എന്ന് പറയുന്ന രാഷ്ട്രീയം പ്രസംഗിച്ച് കിടന്ന നേതാക്കന്മാരെല്ലാം കൂടി അധികാരത്തിൽ വന്നപ്പോഴാണ് 15,500 ഒരു ന്യായവും പറയാതെ കടമെടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടോ? അപ്പം ജനങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ഓരോ മേഖലയിലും. ഞാൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, കോൺഗ്രസിൻ്റെ പ്രതിനിധിക്ക് പറയാം. എന്താണ് നിങ്ങളുടെ 100 ദിന കർമ്മ പരിപാടി? ഇപ്പോൾ എവിടെ വരായി? അത് കേരളത്തിലെ മുഖ്യമന്ത്രി നിലയ്ക്ക് ജനങ്ങളോട് പറഞ്ഞോ? എന്താ പറയാത്തത്? പറയാൻ പറ്റാത്തതിന് കാരണം പുതിയ പരിപാടിയൊന്നുമില്ല. വിഴിഞ്ഞത്ത് ഒരു ഉദ്ഘാടനമൊക്കെ നടത്തിയല്ലോ. 1 വെള്ളി രൂപ UDF സർക്കാരിൻ്റെ കാലത്ത് ചെലവഴിച്ച് വെച്ചിട്ടാണ് ഇപ്പോഴത്തെ ഉദ്ഘാടനം നടത്തിയത്. അത് കഴിഞ്ഞ മന്ത്രിസഭ ഒരു പരിപാടി പ്രഖ്യാപിച്ചല്ലോ. ഒരു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം കേരളത്തിൽ പണം മുടക്കുന്നു 5000 കോടി രൂപ. അതിന് സ്ഥലം നമ്മൾ കൊടുക്കാൻ പോണു. ഇത് സതീശൻ കണ്ടുപിടിച്ചതാണോ? കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായ കാര്യമല്ലേ? ആ കാര്യം നടപ്പാക്കുമ്പോൾ ഈ 100 ദിന കർമ്മ പരിപാടിൻ്റെ പിണറായി സർക്കാരിൻ്റെ തുടർച്ചയാണ്. അതൊന്ന് പറയൂ. ഇവിടെ ചില മാധ്യമങ്ങളുണ്ടല്ലോ, ഇടതുപക്ഷത്തിന് പുറത്താക്കാൻ വേണ്ടി വർഗീയത പ്രയോഗിക്കുകയും തനി വർഗീയമായിട്ട് കേരളത്തിൽ മതേതരത്വത്തിൻ്റെ തമ്പുരാക്കന്മാരാണെന്ന് അഭിനയിക്കുകയും ചെയ്ത കൂട്ടരുണ്ടല്ലോ, ചാനലുകാർ. അവർ പറഞ്ഞു പിണറായി വിജയൻ്റെ ബെഞ്ച് മാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ് ആ ബെഞ്ച് മാർക്ക്? പിണറായി വിജയൻ വെള്ളപ്പൊക്കം വന്നപ്പോൾ ഭക്ഷണം കഴിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല തർക്കം. തനിക്കുണ്ടായ വ്യക്തിപരമായ രോഗാതുരത മാറ്റിവെച്ച് ആ മനുഷ്യൻ ഉറക്കളച്ചിരുന്ന് എങ്ങനെയാണ് ആ കാലഘട്ടത്തിൽ കേരളത്തെ കാക്കാൻ ഒരു യന്ത്രത്തെ രംഗത്തിറക്കിയത്. നമ്മൾ ഒരുമിച്ച് ഇറങ്ങുകയല്ലേ എന്ന് പറഞ്ഞിട്ട് അമ്മായിയപ്പനെ കാണാൻ പോയാൽ, ഇല്ലെങ്കിൽ മുതലാളിമാരെ കാണാൻ പോയാൽ, ഹെലികോപ്റ്റർ പിടിച്ച് വേറെ വഴിക്ക് പോയാൽ നാട്ടുകാർ കൂടെ വരുമോ? നമ്മൾ ഒരുമിച്ച് ഇറങ്ങുകയല്ലെന്ന് പറയാൻ മുഖ്യമന്ത്രിയുടെ കൂടെ ലക്ഷക്കണക്കിന് മനുഷ്യരിറങ്ങും. സതീശൻ്റെ കൂടെ സതീശൻ്റെ പാർട്ടി ഇറങ്ങുമോ?
സതീശൻ്റെ കൂടെ കെ സി വേണുഗോപാൽ ഇറങ്ങുമോ? രാഹുൽ ഗാന്ധി ഇറങ്ങുമോ? അപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് എന്ന് പറയുന്നത് തകർന്ന് തരിപ്പണമായൊരു സാധനമായിരിക്കുന്നു. ഒരു പറക്കും തളികയാണ്. ആ പറക്കും തളികയിൽ വേഷം കെട്ടി കുറേ പേര് നടപ്പുണ്ട്. സതീശനും പിന്നെ കുറേ ആളുകളും. ആകെ ഉണ്ടായിരുന്നൊരു തുഫാനാണ്. അത് ഒരു പരിധി വരെ തീർപ്പാക്കിയിട്ടുണ്ട്. സതീശൻ്റെ ഈ രാസലഹരി സംഘം അവർ പിടിക്കപ്പെട്ടതോടുകൂടി എന്തെല്ലാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ കേരളം എന്ന് പറയുന്നത് തകർന്ന് തരിപ്പണമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നു. കേരളത്തിന് തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാക്കിയിരിക്കുന്നത്. കേരളത്തിന് തിരിച്ചടി. ഇടതുപക്ഷത്തിനൊന്നും പ്രശ്നമില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒട്ടും പ്രശ്നമില്ല. അതിന് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഏതെങ്കിലും സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രദേശത്തെ അധികാരമല്ലല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബേസ്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ സമര പരിപാടികളിലൂടെ മുമ്പുള്ളതിനേക്കാൾ ശക്തിപ്പെട്ട് മുന്നോട്ട് വരാം. അധികാരത്തിലിരുന്ന കാലത്ത് ചെയ്യാൻ തല ഉയർത്തിപ്പിടിച്ചാണ് നാട്ടിൽ നിൽക്കുന്നത് 10 കൊല്ലക്കാലത്തെ പ്രവർത്തന നേട്ടങ്ങൾ.